ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫൈലം അനലിഡേൻ്റെ ക്ലാസ്സസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈലം അനലിഡയുടെ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ക്ലാസ്സസ് നമ്മളെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ക്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്: പോളികീറ്റെ, ഒലിഗോകീറ്റെ, ഹിരുഡിനെ. അപ്പം അതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈലം അനലിഡ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ക്ലാസ്സസ്, നെയിംലി പോളികീറ്റെ, ഒലിഗോകീറ്റെ ആൻഡ് ഹിരുഡിനെ. An alternative scheme divide Annelida into 2 classes, that is Chaetopoda and Hirudinae. In this scheme, Polychaetae and Oligochaetae are 2 subclasses of Chaetopoda. അതായത് ഇപ്പം നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫൈലം അനലിഡേനെ 3 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: പോളികീറ്റെ, ഒലിഗോകീറ്റെ, ഹിരുഡിനെ. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അനലിഡേനെ 2 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് കീറ്റോപോഡ അതുപോലെ ഹിരുഡിനെ. ഇങ്ങനെ കീറ്റോപോഡ ആൻഡ് ഹിരുഡിനെ എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്ലാസ്സസ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിത്തെ കീറ്റോപോഡേനെ വീണ്ടും 2 സബ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് പോളികീറ്റയും അതുപോലെ തന്നെ ഒലിഗോകീറ്റയും. ഓക്കെ, അത് ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ 3 ക്ലാസ്സസ് പോളികീറ്റെ, ഒലിഗോകീറ്റെ ആൻഡ് ഹിരുഡിനെ ആണ് ഫൈലം അനലിഡയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് മാത്രം ആലോചിച്ചിരിക്കുക. അപ്പം ഫസ്റ്റത്തെ പോളികീറ്റയാണ്. Polychaetes are predominantly marine annelids, popularly known as bristle worms. ഓക്കെ, അപ്പോൾ ബ്രിസ്റ്റൽ വേംസ് എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ് ഏതാ വരുന്നത്? പോളികീറ്റെ ആണ്. ബ്രിസ്റ്റൽ വേംസ് എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ് ആണ് പോളികീറ്റെ. പോയിന്റ്സ് നോക്കാം. ബോഡി സെഗ്മെന്റ്സ് ആർ ന്യൂമറസ് ആൻഡ് ക്ലോസ്ലി സിമിലർ. ഒരുപാട് ബോഡി സെഗ്മെന്റ്സ് ഉണ്ട് ആൻഡ് അവരൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ടിപ്പിക്കലി ഈച്ച് സെഗ്മെന്റ് ഹാസ് എ പെയർ ഓഫ് ഫ്ലാറ്റ് ആൻഡ് ഫ്ലഷി ലോബ്സ് കോൾഡ് ആസ് പാരാപോഡിയ. ഓരോ സെഗ്മെന്റിനും പാരാപോഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ദി പാരാപോഡിയ ബി എ ബണ്ടിൽ ഓഫ് സീറ്റെ. പാരാപോഡിയ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? സീറ്റെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സെവറൽ സെഗ്മെന്റ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് സിറൈ, ഗിൽസ് എക്സെട്ര. അപ്പം ഒരുപാട് സെഗ്മെന്റ്സിൽ സിറൈ അതുപോലെ തന്നെ ഗിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇതിൽ ഈ സിറൈ എന്ന് പറയുന്നത് സെൻസറി സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഗിൽസ്, ഇവിടുത്തെ ഗിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷസിനോട് സിമിലർ ആയിട്ടുള്ള ഗിൽസ് തന്നെയാണ്. ആൻഡ് അത് എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് വെച്ചെങ്കിൽ വാട്ടറിലുള്ള ഓക്സിജനെ എന്തിനു വേണ്ടി ഡിഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, വാട്ടറിൽ നിന്ന് ഓക്സിജനെ ഡിഫ്യൂസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗിൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അൺസ്പെഷ്യലൈസ്ഡ് ഹെഡ് റീജിയൻ മേ ബി പ്രസന്റ് പ്രൊവൈഡഡ് വിത്ത് ഐസ്, ടെൻറ്റക്കിൾസ് ആൻഡ് പൾപ്സ്. ഒരു അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് പ്രൊവൈഡഡ് വിത്ത് ഐസ്, ടെൻറ്റക്കിൾസ് ആൻഡ് പൾപ്സ്. ക്ലൈറ്റെല്ലം ഈസ് ഓൾ ടുഗെദർ ആബ്സെന്റ്. ക്ലൈറ്റെല്ലം നമുക്കിവിടെ കാണാനായിട്ട് പറ്റില്ല. റിപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ഇൻ മോസ്റ്റ് ഫോംസ് ആൻഡ് അസെക്ഷൽ ഇൻ സം. ഓക്കെ, റിപ്രൊഡക്ഷൻ സെക്ഷലും കാണുന്നുണ്ട്, അസെക്ഷലും കാണുന്നുണ്ട്. അടുത്ത പോയിന്റ്, സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് എ ട്രോക്കോഫോർ ലാർവേ. ഓക്കെ, അപ്പം സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. അപ്പം ഇതിലുള്ള ലാർവേ ഏതാണ്? ട്രോക്കോഫോർ ലാർവയാണ്. ഇത്രയാണ് ക്ലാസ് പോളികീറ്റയിൽ പറയാനുള്ളത്. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്: നീറിസ്, യൂണിക്, അർണിക്കോള, ചീറ്റോടെറസ്, സെബെല്ല. ഇത്രയാണ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് നീറിസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. പോളികീറ്റേൻ്റെ എക്സാമ്പിൾ വരുന്നത് നീറിസ് ആണ്. ഇതിൽ പോളികീറ്റയിൽ പാരാപോഡിയാസ് ഉണ്ട്, ക്ലൈറ്റെല്ലം ആബ്സെന്റ് ആണ്. ഇവരുടെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ് വിത്ത് ട്രോക്കോഫോർ ലാർവേ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബ്രിസ്റ്റൽ വേംസ് എന്നറിയപ്പെടുന്നത് പോളികീറ്റയാണെന്നും കൂടി ആലോചിച്ചിരിക്കുക. അടുത്തത് ക്ലാസ് ഒലിഗോകീറ്റയാണ്. എർത്ത് വേം എന്നറിയപ്പെടുന്ന ക്ലാസ് ആണ് ഒലിഗോകീറ്റെ. അത് നോട്ട് ചെയ്ത് വെക്കണേ. കോമൺലി കോൾഡ് എർത്ത് വേംസ്, മോസ്റ്റ്ലി ടെറസ്ട്രിയൽ അനലിഡ്സ് ലിവിംഗ് ഇൻ മോയ്സ്റ്റ് സോയിൽ. സം ആർ ഫ്രഷ് വാട്ടർ ഇൻഹെബിറ്റൻസ് ആൻഡ് എ ഫ്യൂ ആർ മറൈൻ ഫോംസ്. ദി ഗ്രൂപ്പ് ഹാസ് ദ ഫോളോയിങ് ജനറൽ ഫീച്ചേഴ്സ്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദി ബോഡി ഹാസ് സെവറൽ സെഗ്മെന്റ്സ്, ഡിസ്റ്റിൻക്ട് ഹെഡ്, പാരാപോഡിയ, ടെന്റക്കിൾസ്, ഐസ്, പാബ്സ് ആൻഡ് സിറൈ ആർ ആബ്സെന്റ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഒരുപാട് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്, പാരാപോഡിയ, ടെന്റക്കിൾസ്, ഐസ്, പാബ്സ്, സിറായി ഇതൊന്നും നമ്മുടെ ഒലിഗോകീറ്റയിൽ കാണാൻ പറ്റില്ല. സീറ്റൈ ആർ വെരി ഫ്യൂ ഇൻ നമ്പർ ആൻഡ് ലോഗ്ഡ് ഇൻ എപ്പിഡാമൽ പിറ്റ്സ്. സീറ്റ ഉണ്ട്, വളരെ കുറച്ച് നമ്പേഴ്സിലാണ് അതിന് കാണുന്നുള്ളൂ. ആൻഡ് അത് നമുക്ക് എപ്പിഡാമൽ പിറ്റ്സിലാണ് അവരെ കാണാനായിട്ട് പറ്റുന്നത്. ക്ലൈറ്റെല്ലം ഈസ് യൂഷ്വലി പ്രസന്റ്. ക്ലൈറ്റെല്ലം പോളികീറ്റയിൽ ആബ്സെന്റ് ആയിരുന്നു, ഒലിഗോകീറ്റയിൽ ക്ലൈറ്റെല്ലം പ്രസന്റ് ആണ്. റിപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ഇൻ മോസ്റ്റ് ഫോംസ് ബട്ട് സം reproduce asexually by
ഫിഷൻ ഓർ ഫ്രാഗ്മെന്റേഷൻ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷനും അസെക്ഷൽ റിപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അസെക്ഷൽ ആണെങ്കിൽ ബൈ ഫിഷൻ ഓർ ഫ്രാഗ്മെന്റേഷൻ. സെക്സ് ഓർഗൻസ് ആർ വെരി ഫ്യൂ ഇൻ നമ്പർ ആൻഡ് ആർ മോർ ഓർ ലെസ് പെർമനന്റ് സ്ട്രക്ചേഴ്സ്. സെക്സ് ഓർഗൻസ് ഒക്കെ വളരെ കുറച്ച് നമ്പേഴ്സ് ആയിട്ടേ കാണുന്നുള്ളൂ ആൻഡ് ദേ ആർ പെർമനന്റ് സ്ട്രക്ചേഴ്സ്. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്, അതായത് ഒരു ലാർവൽ സ്റ്റേജ് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ക്ലാസ് ഒലിഗോകീറ്റയിൽ പറയുന്നത്. എക്സാമ്പിൾസ് ആണ് മെഗാസ്കോലെക്സ്, മൈക്രോസ്കോലെക്സ്, ഫെറിറ്റിമ, ലുംബ്രിക്കസ്. ഇത്രയുമാണ് നമ്മുടെ ഒലിഗോകീറ്റേൻ്റെ എക്സാമ്പിൾസ് പറയുന്നത്. ഇതിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നീരിസ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നീരിസ് ആണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഹിരുഡിനെ. ഹിരുഡിന ഇസ് പോപ്പുലർലി നോൺ ആസ് ലീച്ചസ്. അപ്പോൾ ലീച്ചസ് എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ് ഏതാണ്? അത് ഹിരുഡിനെയാണ്. അപ്പം അതാണ് ദേ ആർ പോപ്പുലർലി നോൺ ആസ് ലീച്ചസ്. ബ്ലഡ് സക്കിംഗ് എക്ടോ പാരാസൈറ്റ് ഓൺ വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിൽ ബ്ലഡ് സക്കിംഗ് എക്ടോ പാരാസൈറ്റ് ആയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. ദ ഗ്രൂപ്പ് ഹാസ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഈ ക്ലാസ് ഹിരുഡിനെ ബ്ലഡ് സക്കിംഗ് എക്ടോ പാരാസൈറ്റ് ആണ്, അല്ലെങ്കിൽ അവരെ ലീച്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ബ്ലഡ് സക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ എന്ത് കാണാനായിട്ട് പറ്റും? സക്കേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പം അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോലെ നമുക്ക് തന്നെ നോക്കാം. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സക്കേഴ്സ് ആർ പ്രസന്റ്. അപ്പം ആൻറ്റീരിയറും പോസ്റ്റീരിയറുമായിട്ടുള്ള സക്കേഴ്സ് പ്രസന്റ് ആണ്. പിന്നെന്താണ്? മൗത്ത് ഈസ് വെൻട്രൽ in the center of the anterior circle and anus is dorsal above the posterior circle. അപ്പം അതിനൊരു ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു ആൻറ്റീരിയറും പോസ്റ്റീരിയർ, ഒരു വെൻട്രൽ സൈഡിൽ ഒരു സക്കർ ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റീരിയർ സക്കർ ഉണ്ട്. ഒരു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സക്കർ ഉണ്ട്. ആൻറ്റീരിയർ സക്കറിൽ മൗത്തും അതുപോലെ തന്നെ പോസ്റ്റീരിയർ സക്കറിൻ്റെ ഭാഗത്തായിട്ട് എയ്നസും ആണ് കാണുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് ബോഡി സെഗ്മെന്റ്സ് ആർ ഫിക്സ്ഡ് ഇൻ നമ്പർ. ഫിക്സ്ഡ് നമ്പർ ഓഫ് ബോഡി സെഗ്മെന്റ്സ് ആണ് ആൻഡ് സ്പെസിഫിക് ഫോർ ഈച്ച് സ്പീഷീസ്. ഓരോ സ്പീഷീസിനും അത് സ്പെസിഫിക് ആയിരിക്കും. ടെൻഡക്കിൾസ്, പാരാപോഡിയ, സീറ്റേ ആർ ആബ്സെന്റ്. ഈ ടെൻഡക്കിൾസും പാരാപോഡിയും സീറ്റയും ഒന്നും കാണാൻ പറ്റില്ല. ആൻഡ് ഇൻഡിസ്റ്റിങ്ക്ട് ഹെഡ് വിത്ത് സിമ്പിൾ ഐ പ്രസന്റ്. ഒരു ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്, അതിലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഐയും ഉണ്ട്. അടുത്തത് നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സക്കർ ഉണ്ട്. ആൻറ്റീരിയർ സക്കറിൻ്റെ ഭാഗത്താണ് മൗത്ത് ഉള്ളത്, പോസ്റ്റീരിയർ സക്കറിൻ്റെ ഭാഗത്താണ് എന്തുള്ളത്? എയ്നസ് ഉള്ളത്. അടുത്തത് പെരിവിസ്റൽ സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് എ ടിഷ്യൂ കോൾഡ് ആസ് ബോട്രോയിഡൽ ടിഷ്യൂ. അപ്പം ഇവർക്കൊരു പെരിവിസ്റൽ സ്പേസ് ഉണ്ട്, ഉള്ളിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഫിൽ ചെയ്തിട്ടുള്ള ടിഷ്യൂവിനെയാണ് ബോട്രോയിഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ബോട്രോയിഡൽ ടിഷ്യൂ. ഇൻ അഡൾട്ട്സ് സീലം ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ സർട്ടൻ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്. അഡൾട്ടിലാണെങ്കിൽ ഈ സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ആണ്, അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും കാണുന്നത്. മറ്റോടത്ത് എന്തായിരുന്നു? ടിഷ്യൂ ഫിൽഡാണ്. ആ ടിഷ്യൂവിന് നമ്മൾ ബോട്രിയോയിഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അഡൾട്ട് ഫോമിൽ എത്തുമ്പോൾ ഈ സീലോമിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണത്. അലിമെന്ററി കനാൽ ഹാസ് എ ഡിസ്റ്റൻസിബിൾ റീജിയൻ കോൾഡ് ക്രോപ്പ്. അലിമെന്ററി കനാലിൽ ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്. ഇറ്റ് ഹാസ് പെയർഡ് ലാറ്ററൽ പൗച്ചസ്. അതിന് പേഡായിട്ടുള്ള ലാറ്ററൽ പൗച്ചസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സീക്ക അല്ലെങ്കിൽ ഡൈവേർട്ടിക്കുല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അലിമെന്ററി കനാലിലെ ഒരു ഭാഗമാണ് ഈ ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ ക്രോപ്പിന് ലാറ്ററൽ പൗച്ചസ് ഉണ്ട് ആൻഡ് ഈ പൗച്ചസ് ആണ് സീക്ക അല്ലെങ്കിൽ ഡൈവേർട്ടിക്കുല. സെക്സസ് ആർ യുണൈറ്റഡ്, അതായത് ഹെർമോഫ്രോഡൈറ്റിസും കാണിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് വിത്തൗട്ട് ലാർവൽ സ്റ്റേജസ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജ് കാണില്ല. പിന്നെ പറയുന്നത് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ കൊക്കൂൺസ്. ഓക്കെ, അപ്പം കൊക്കൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരു അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റാണ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ കൊക്കൂൺസ്. അപ്പം കൊക്കൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇവരിലൊരു ക്ലൈറ്റല്ലാർ ഗ്ലാൻസ് ഉണ്ട്. ഈ ഗ്ലാൻസ് സെക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കൊക്കൂൺസ് എന്നുള്ളത്. അപ്പം ഈ കൊക്കൂൺസിൽ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ഫീമെയിൽസ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സിനെ ഈ കൊക്കൂൺസിലോട്ട് ലേ ചെയ്യും. ഓക്കെ, ഈ കൊക്കൂൺസിലേക്ക് ഇടും ഫീമെയിൽസ്. ആൻഡ് ആ ഒരു കൊക്കൂണിനെ പിന്നെ അത് പ്ലഗ് ചെയ്ത് വെക്കും, ക്ലോസ് ആയിട്ട് വെക്കും. ആൻഡ് ഡെവലപ്മെന്റ്, ഫർദർ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് ഈ കൊക്കൂൺസിന്റെ ഉള്ളിലാണ്. ഓക്കെ, സോ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ഫീമെയിൽസ് കൊക്കൂൺസിന്റെ ഉള്ളിലോട്ടാണ് ലേ ചെയ്യുന്നത്. ആൻഡ് അത് പ്ലഗ് ചെയ്ത് വെക്കും. അപ്പം അതിന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ആൻഡ് ഫർദർ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് ഈ കൊക്കൂൺസിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഈ കൊക്കൂൺസ് നിന്ന് പുറത്തേക്ക് വരും. ആ പ്ലഗ് ഓപ്പൺ ചെയ്ത് അത് പൊട്ടിയിട്ട് ഈ കൊക്കൂൺസിൽ നിന്നും ഈ മെച്യൂർഡ് ഇൻഡിവിജ്വൽസ് പുറത്തേക്ക് വരും.
അങ്ങനെയാണ് ഈ കൊക്കൂൺസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഹിരുഡിനേറിയ, ഹിരുഡോ, ഹെമാഡിസ്പ. ഇത്രയും ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹിരുഡിനേറിയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്ലാസ്സസ്. ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ 3 ക്ലാസ്സസിലും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്ന ഒരു ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, അതാണ് ക്ലാസ് പോളിക്കീറ്റ എന്നുള്ളത്. അപ്പം ക്ലാസ് പോളിക്കീറ്റൻ്റെ ലാർവ ഏതായിരുന്നോ അതാണ് ട്രോക്കോഫോർ ലാർവേ. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പോൾ ഇത്രയും ക്ലാസ്സസിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. നമ്മൾ ഒരു പോയിന്റും വിട്ടുപോകരുത് എന്നുള്ളൊരു സെൻസിലാണ് ഇതെല്ലാം മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് വയ്ക്കിയത് കൂടാതെ നമ്മൾ എക്സാംസ് നടത്തുമല്ലോ, അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രയാണ് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.